പരിഭാഷകൻ പള്ളിപ്പുറം ജയരാജന്റെ വിശദീകരണം അതാണ്. ഷിജോ കുര്യൻ അതിന് വിശദാംശങ്ങൾ നൽകും. ഷിജോ, ഈ പള്ളിപ്പുറം ജയരാജനെ ശരിക്കും വെച്ചത് ആരാണ്? അദ്ദേഹം ഈ പറയുന്നത് പോലെ മോദി എന്താണ് അവിടെ പറയാൻ പോകുന്നത് എന്നതിന് സ്ക്രിപ്റ്റ് ഇന്നലെ തന്നെ ലഭിച്ചതാണ്. ഈ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം പുതുതായി കൂട്ടിച്ചേർത്താണ്. പെട്ടെന്ന് ഓഡിബിൾ അല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു വിശദീകരണത്തെ പൂർണ്ണമായും വിശ്വസിക്കണമോ? സൈഫുദ്ദീൻ, ഇതിനകത്ത് രസകരമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിന് അഭിമാനമായിട്ടുള്ള, രാജ്യത്തിന് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന സർക്കാരിനെ കൊള്ളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വിമർശനം നടത്തുന്നു. പക്ഷേ അതൊരു കോമഡിയായി മാത്രം പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാനത്തെ BJP നേതൃത്വം എത്തി നിൽക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും MP ശശി തരൂരിനെയും ഒരേ വേദിയിലിരുത്തിക്കൊണ്ട് ഇവർ രണ്ടുപേരും ഇന്ത്യ അലയൻസിന്റെ ഭാഗമാണ്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ള രാഷ്ട്രീയം പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് തിരുവനന്തപുരം പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള പള്ളിപ്പുറം ജയകുമാറാണ്. ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പള്ളിപ്പുറം ജയകുമാർ പരിഭാഷപ്പെടുത്തിയത് ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യൻ എയർലൈൻസിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഭാഗത്തെ പരിഭാഷപ്പെടുത്തിയത്. മറ്റ് കാര്യങ്ങളൊന്നും പറയുകയും ചെയ്തില്ല. ഇതിനകത്ത് ഇപ്പോൾ പള്ളിപ്പുറം ജയകുമാർ ഒരു വിശദീകരണവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിയോഗിച്ചത് കളക്ടറേറ്റിൽ നിന്നാണ് തന്നെ അറിയിച്ചത് എന്നുള്ള വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും പല പരിപാടികളിൽ താൻ പരിഭാഷകനായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പള്ളിപ്പുറം ജയകുമാർ പറയുന്നുണ്ട്. അതിനകത്ത് നേരത്തെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ അന്നും ഇദ്ദേഹം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഭാഷകൻ. തന്നെ നിയോഗിച്ചത് സംസ്ഥാന സർക്കാരല്ല, സംസ്ഥാന സർക്കാരുമായിട്ട് തനിക്ക് യാതൊരു വിധത്തിലുമുള്ള പങ്കില്ല എന്നുള്ള കാര്യമാണ് പള്ളിപ്പുറം ജയകുമാർ പറയുന്നത്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും താൻ ഇതുവരെ സമീപിച്ചിട്ടില്ല. തൻ്റെ കുടുംബം ഒരു BJP കുടുംബമാണ്, താൻ കടുത്ത മോദി ആരാധകനാണ് എന്നുള്ള കാര്യം കൂടി പള്ളിപ്പുറം ജയകുമാർ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് പ്രസംഗിക്കാൻ പോകുന്ന പ്രസംഗത്തിന്റെ ഭാഗം, ആ പ്രസംഗത്തിന്റെ പേപ്പർ ഇദ്ദേഹത്തിന് ഇന്ന് രാവിലെ തന്നെ പള്ളിപ്പുറം ജയകുമാറിന് ലഭിച്ചിരുന്നു. എന്നാൽ SPG ഉദ്യോഗസ്ഥർ ഈ പ്രസംഗത്തിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറയും എന്നുള്ള കാര്യം പള്ളിപ്പുറം ജയകുമാറിനെ അറിയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ സസൂക്ഷ്മമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രസംഗം പള്ളിപ്പുറം ജയകുമാർ കേട്ടിരുന്നത്. പക്ഷേ ഈ ഭാഗം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓഡിയോ അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞ ഭാഗങ്ങൾ തനിക്ക് എഴുതി തന്ന തൻ്റെ പ്രധാനമന്ത്രി പ്രസംഗം എന്താണോ അത് തനിക്ക് എഴുതി തന്ന ഭാഗങ്ങളെല്ലാം താൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ ഭാഗം വന്നപ്പോൾ അത് ഓഡിബിൾ ആയിരുന്നില്ല, തനിക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല. പക്ഷേ താൻ പറഞ്ഞ ഭാഗം, അല്ലെങ്കിൽ തനിക്ക് തെറ്റിപ്പോയ ഭാഗം, അതൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ടാണ് അതിനെ ഈ രീതിയിൽ വളച്ചൊടിച്ച് വിവാദമാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് പള്ളിപ്പുറം ജയകുമാർ ഒരു വിശദീകരണവുമായിട്ട് പറയുന്നത്. എന്തായാലും ഈ ഒരു ഭാഗം തെറ്റിപ്പോയതിനകത്ത് സംസ്ഥാന BJP നേതൃത്വത്തിന് തന്നെ കടുത്ത അതൃപ്തിയുണ്ട്. കാരണം പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖം പോലെ രാജ്യത്തിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു വേദിയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന അവസരത്തിൽ അതിങ്ങനെ പറഞ്ഞ് BJP നേതൃത്വം ഒരു തമാശ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു ആക്ഷേപം സ്വയം വരുത്തി വെക്കുന്ന രീതിയിലേക്കായി പോയില്ലേ എന്നൊരു വിമർശനം കൂടി BJPക്ക് ഉണ്ട്. എന്തായാലും ഇന്ത്യൻ അലയൻസ്, അതായത് ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറഞ്ഞതിനെ ഇന്ത്യൻ വ്യോമ എയർലൈൻസ് എന്ന് പറഞ്ഞാണ് പള്ളിപ്പുറം ജയകുമാറിന് അബദ്ധമായത്. എന്തായാലും അതിനകത്തൊരു വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. അത് കൃത്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതാണ് തനിക്ക് സംഭവിച്ചത്, അതല്ലാതെ മറ്റൊന്നും ഇതിന് പിന്നിലില്ല എന്നുള്ള വിശദീകരണം കൂടി പള്ളിപ്പുറം ജയകുമാർ നൽകുന്നുണ്ട്. എന്തായാലും അതിനകത്ത് BJP നേതൃത്വത്തിന് ചെറുതല്ലാത്ത വലിയ നീരസം ഇക്കാര്യത്തിലുണ്ട്. ശരി ഷിജോ, എന്തായാലും പള്ളിപ്പുറം ജയകുമാറിന്റെ വിശദീകരണം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആ ഭാഗം മാത്രം ഓഡിബിൾ ആയില്ല എന്നാണ് ജയകുമാർ പറയുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി കേട്ടു. അദ്ദേഹം കൃത്യമായി തന്നെ പരിഭാഷ ചെയ്യുകയും ചെയ്തു. ഒരു രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അതിനകത്ത് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ശരി ഷിജോ.